കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി ബീഫ് കറിയാണ്. അതിനുവേണ്ടി ബീഫ് കഴുകി വൃത്തിയായി നുറുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബീഫ് കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. പൊന്നൂസ് കുക്കിംഗ് ചാനലിലെ കൂടുതൽ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബീഫ് കറിയിൽ ചേർക്കാനായി നമ്മളിവിടെ 3 കഷ്ണം ഇഞ്ചി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾക്കൊന്ന് ചതച്ചു കൊണ്ടുവരാം. എടുത്തു വെച്ചിട്ടുണ്ട്. 3 പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ഈ വെളുത്തുള്ളി കൂടി നമുക്കൊന്ന് ചതച്ചു കൊണ്ടുവരാം. ബീഫ് കറിയിൽ ചേർക്കാനായി നമ്മൾ ചെറിയ ഉള്ളിയും സവാളയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബീഫ് കറിയിൽ കുറച്ചധികം ഉള്ളിയിട്ട് നല്ല ടേസ്റ്റുള്ള ബീഫ് കറി ഉണ്ടാക്കി എടുക്കാം. നേരത്തെ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. 3 പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ 1/2 കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അതിനാവശ്യമായ പൊടികൾ: 2 സ്പൂൺ മുളക് പൊടി, ശേഷം 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ബീഫ് മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ കുക്കറിലാണ് ബീഫ് കറി വെക്കുന്നത്. അതിനുവേണ്ടി കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാൻ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ബീഫ് കറി തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ്. എണ്ണ ചൂടാൻ ശേഷം കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. കടുക് നന്നായി പൊട്ടുന്നു. കടുകൊന്ന് ചൂടാൻ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 3 ഇതൾ കറിവേപ്പിലയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് ചതച്ച് വെച്ചത് കൂടി ഇട്ട് കൊടുക്കാം. സവാളയും കൊച്ചുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനകത്തൊന്ന് ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലതുപോലെ വാട്ടിയെടുക്കാനായി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കുക്കർ ഒന്ന് അടച്ചു വയ്ക്കാം. ഉള്ളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഓരോ മസാലകളായി ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അവസാനം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മസാലകളെല്ലാം എണ്ണയിൽ വെച്ചൊന്ന് വാട്ടിയെടുത്താൽ എന്ത് കറി ഉണ്ടാക്കിയാലും നല്ല സ്വാദ് കിട്ടും. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ആ മസാലയെല്ലാം ഇറച്ചിയിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി 1 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിക്കാം. കുറച്ച് ഉപ്പിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. കറിയിലെ ആദ്യത്തെ വിസിലാണ് കേൾക്കുന്നത്. 3ാമത്തെ വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് തീ അണച്ചു വെച്ച് കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ കൂടുതൽ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.